ഹായ് ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു റെസിപ്പി സിമ്പിൾ ഫിഷ് കറിയാണ്. അതിന് ആവശ്യമുള്ള പൊടികൾ: മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി. നമുക്ക് ആവശ്യമുള്ള കരിയാപ്പിലയും കൂടെ എടുത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വെള്ളം ആഡ് ചെയ്ത് നമ്മളിങ്ങനെ പേസ്റ്റ് ആക്കിയെടുത്തു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കുന്നു. അതിനകത്ത് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗൈസ്, ആ പ്ലേറ്റ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട അതിനകത്തു നിന്നുള്ള മസാല എടുത്ത് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ അരിഞ്ഞു വെച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ട് വഴറ്റാൻ പോവുകയാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഒരു പിടി കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ മസാലക്കൂട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ലോലോ അല്ലെങ്കിൽ മീഡിയത്തിലാക്കി ഇടണം, അല്ലെങ്കിൽ ഇതങ്ങ് കരിയും. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ഇച്ചിരി കുറുക്കലായിട്ട് എടുക്കുന്നതാണ് മമ്മിക്ക് ഇഷ്ടം. അതുകൊണ്ട് മമ്മി എപ്പോഴും കുറച്ച് വെള്ളം ഒഴിക്കാറുള്ളൂ. ഇനി ഇതിനകത്ത് 4-5 കഷ്ണം മീൻ പുളി ഇട്ട് കൊടുക്കുന്നു. ഈ മീൻ പുളി ആദ്യമേ തന്നെ ഇച്ചിരി ചുടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്ന. ഇനി ഇതിനകത്ത് ഉലുവപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്ത് കറി തിളയ്ക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടി കഴുകി വെച്ചിരിക്കുന്നത് മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ്ലി 400 ഗ്രാംസ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തും കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇതൊരു 5 to 10 മിനിറ്റ്സ് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയാവും. കണ്ടോ എന്നാ രസത്തിലായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മീൻ കറി വെക്കാൻ പറ്റും. ഇതാണ് എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള മീൻ കറി. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.